ഇന്ന് പത്രസമ്മേളനത്തിൽ 4 കാര്യങ്ങളാണ് ഇവിടുത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത്. കണ്ണൂർ ജില്ലയുടെ വികസനത്തിന് വേണ്ടി വളരെ കൂടുതൽ പ്രവാസികളുള്ള നാടാണ് കണ്ണൂര്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള താലൂക്കാണ് തലശ്ശേരി. തലശ്ശേരിയിൽ 1 ലക്ഷത്തോളം പ്രവാസികളുണ്ട്. കണ്ണൂർ ജില്ലയിൽ 3 ലക്ഷത്തിനടുത്ത് പ്രവാസികളുണ്ട്. അവർ ആശ്രയിക്കുന്ന എയർപോർട്ട്, ദീർഘകാലം കാത്തിരുന്ന എയർപോർട്ട് യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും വലിയ ഫ്ലൈറ്റുകൾ ആധികാരികമായി വരാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. അത് കേരള സർക്കാരുകൾ ഇടപെട്ട് അത് സാക്ഷാത്കരിക്കണം എന്നത് ഒന്ന്. എന്നല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിക്കുമ്പോ കറാച്ചി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തായിരുന്നു കണ്ണൂര് തുറമുഖം. കണ്ണൂരിന് പൈതൃകത്തിൽ, ബിസിനസ്സില്, വ്യാപാരത്തില് പല പൈതൃകങ്ങളുമുണ്ട്. അത് വികസിപ്പിക്കണമെങ്കിൽ ഇവിടത്തേക്ക് ചരക്ക് എയർക്രാഫ്റ്റുകൾ വരേണ്ടതുണ്ട്. അതിന് സൗകര്യം ഒരുക്കണം. ഒന്ന്. രണ്ടാമതായി ഞങ്ങൾ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത് കണ്ണൂർ ജില്ല ആശ്രയിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്തെങ്കിലും സാധുക്കൾക്ക് പ്രാപ്യമായ രൂപത്തിൽ ആയിട്ടില്ല എന്നത്. ആയതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ സാധുക്കൾക്കും ഇവിടുന്ന് വിട്ടാൽ പലപ്പോഴും മംഗലാപുരത്തേക്ക് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് എത്തേണ്ടി വരുന്നു. 2 സ്ഥലങ്ങളിലേക്കും എത്തുമ്പോൾ എത്ര രോഗികളാണ് മരിച്ചു പോകുന്നത്. ആയതുകൊണ്ട് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി അതൊന്നുകൂടി ഉഷാറാക്കണമെന്ന്. മൂന്നാമതായി ആവശ്യപ്പെട്ടത്, ഇവിടെ പല മലയോര പ്രദേശങ്ങളിലും വന്യജീവികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു. വന്യജീവികളെ സംരക്ഷിക്കണം, തീർച്ച. അതിലേറെ സംരക്ഷിക്കണം മനുഷ്യനെ എന്ന് മറന്നു പോകരുത്. മനുഷ്യനെ കൊന്നുകൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കുകയല്ല വേണ്ടത്. മറിച്ച് വന്യജീവികൾക്കും സംരക്ഷണം വേണം, മനുഷ്യർക്കും സംരക്ഷണം വേണം. മനുഷ്യരുടെ സംരക്ഷണമാണ് വലുത്. എന്നല്ല, എത്ര കർഷകരുടെ വിളകളാണ് വന്യജീവികൾ നശിപ്പിച്ചത്. കർഷകർ കടക്കണിയിൽപ്പെട്ട് എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തു. ഇവിടെയാണ് ഈ കേരള യാത്ര മനുഷ്യർക്കൊപ്പം കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത്. മറ്റൊന്ന്, കണ്ണൂരിന്റെ പഴപൈതൃകം, പാരമ്പര്യം, കൈത്തറികൾ. അത് ഏറ്റവും ശ്രദ്ധേയമായ കണ്ണൂര് ഇന്നത് അസ്തമിച്ചു വരുന്ന അവസ്ഥയിലാണ്. അത് പരിപോഷിപ്പിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മനുഷ്യർക്കൊപ്പം എന്നത് കേവലം ഒരു മുദ്രാവാക്യം അല്ല. വിശിഷ്യ നായകൻ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് വിദേശ രാജ്യങ്ങളിൽ പല ഇന്റർനാഷണൽ കോൺഫറൻസിനും ചെല്ലുമ്പോൾ പലരും പലതാണ് വിളിക്കാറുള്ളത്. ചിലർ വിളിക്കും അബുൽ ഐത്താം എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ മസാക്കീൻ എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ അറാമിൽ എന്ന് വിളിക്കും, ചിലർ സുൽത്താൻ ഉലമെന്ന് വിളിക്കും, ചിലർ ഖമറുൽ ഉലമെന്ന് വിളിക്കും. എന്നാൽ ഈ വിരുന്നിൽ ഇഷ്ടപ്പെടുന്നത് അബുൽ അനാം, മനുഷ്യരുടെ പിതാവ്, മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവല്ല. മറിച്ച് ഇവിടെയുള്ള ജാതി മത ഭേദമന്യേ സർവ മനുഷ്യരുടെയും സംരക്ഷകനാണ്. ആ മഹാനുഭാവന്റെ നേതൃത്വത്തിലാണ് ഈ കേരള യാത്ര നടക്കുന്നത് എന്നത് ചെയ്തത്ര ഇന്ന് ഈ നാട്ടിൽ ചെയ്ത മറ്റാരുണ്ട്? നിങ്ങൾ ആലോചിക്കുക. അവരുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ തമിഴ് ദീർഘകാലം ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന ദുആയോടുകൂടെ അൽഹംദുലില്ലാഹ്. ഇന്നലെ കാസർഗോഡ് കണ്ടപ്പോ, ഉള്ളാളത്ത് സിയാറത്ത് കണ്ടപ്പോ അവിടെ കരുതി ഇത് സിയാറത്തിന് വേണ്ടി വന്നവരായിരിക്കും. അവിടെയാണ് കൊമ്പുൽ തങ്ങൾ പറഞ്ഞത് ഇത് 90% കർണാടകക്കാരാണ്, കേരളക്കാരൻ അന്നേ കുറവെന്ന്.
കാസർഗോഡ് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഉദ്ഘാടന സമ്മേളനം ആയിരിക്കുമെന്നത്. എന്നാൽ കരുതി ഇനി 16-ന് തിരുവനന്തപുരത്തായിരിക്കും ഇത്തരം കാണുക. മാഷാ അല്ലാഹ്, കണ്ണൂർ വന്നപ്പോൾ ഇതിനേക്കാൾ വലിയൊരു മൈതാനി കണ്ണൂർ ടൗണിലില്ല. ആ മൈതാനി ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനമാണ് ഇവിടെയുള്ളത് എന്ന് ഇത്തരം സെറ്റപ്പിലും സംവിധാനത്തിലും നടത്താൻ ഇവിടെ ഏതെങ്കിലും ഒരു ആത്മീയ ഒരു കേരള യാത്ര നടത്തിയത് മഹാനായ ശൈഖുന സുൽത്താൻ ഉലമയല്ലാതെ മറ്റാരുണ്ട്? ആ സുൽത്താൻ ഉലമക്ക് അതോ ഈ നാടിന്, പ്രത്യേകിച്ച് ഇവിടുത്തെ കേരള സമസ്തകളുടെ ജമിയത്തുൽ ഉലമ, ഇവിടുത്തെ കേരള മുസ്ലിം ജമാഅത്ത്, ഇവിടുത്തെ SSF, ഇവിടുത്തെ ജമിയത്തുൽ മുഅല്ലിമീൻ, ഇവിടുത്തെ എല്ലാ സുന്നി സംഘാടകർക്കും അൽഹംദുലില്ലാഹ് ഫുൾ മാർക്ക് ഇടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാസ്ഥാനിക കുടുംബങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, ICF, RSC ഇത് രണ്ടും വിദേശത്ത് പ്രവർത്തിക്കുന്ന കീടങ്ങളാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയം നേർന്നുകൊണ്ട് റബ്ബ് ഇതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നീ എല്ലാവിധ വിജയങ്ങളും നൽകണേ അല്ലാഹ്.